ഹായ് മക്കളെ, 9th CBSE മാത്തമാറ്റിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ട്രയാങ്കിൾസ്. ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ് കോൺസെപ്റ്റ്സ് 20 മിനിറ്റ് കൊണ്ട് പഠിച്ചെടുത്താലോ? ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ സാധനങ്ങളും കംപ്ലീറ്റ് കോൺസെപ്റ്റ്സ് വെറും 20 മിനിറ്റ് നമുക്ക് പഠിച്ചെടുത്താലോ? നോക്കുക, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊന്ന് ട്രയാങ്കിൾസ് എന്താണ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ ഒന്ന് പണ്ട് പഠിച്ചാണ്, 5ാം ക്ലാസ്സിലൊക്കെ തൊട്ട് നമ്മൾ പഠിച്ചു വരുന്നതാണ്. ഒന്ന് റീക്യാപ്പ് ചെയ്യാം. നോക്കാം, ട്രയാങ്കിൾസിനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. നിങ്ങൾക്കറിയാം, സൈഡിന്റെ ബേസിലും ആംഗിളിന്റെ ബേസിലും. സൈഡിന്റെ ബേസിലാണെങ്കിൽ 3 സൈഡും ഈക്വൽ ആണെങ്കിൽ അതിന് 3 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. നമുക്കറിയാം, ഓരോ ആംഗിളും 60 ഡിഗ്രി വീതം വരും. 60 ഡിഗ്രി വെച്ചിട്ടാണ് ഓരോ ആംഗിൾ വരിക. അതിന്റെ ആ ട്രയാങ്കിളിന്റെ ഒറ്റ പേരുള്ളൂ ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ. നമുക്കറിയാവുന്ന കാര്യമാണത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് 2 സൈഡ് മാത്രം ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ. അത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ആൻഡ് ആ ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതായത് ഈ സൈഡും ഈക്വലാ. അങ്ങനെയാണ് ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആയിട്ടുള്ള ഈ 2 ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. വേറെ ഒരു പ്രത്യേകതയും കൂടെ ഐസോസെലസ് ട്രയാങ്കിൾസ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർമ്മിച്ച് വെച്ചോളൂ. ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണെന്ന് വിചാരിച്ചോ? ഓക്കെ, വിചാരിച്ചോ സാർ. അപ്പോൾ ഈ സൈഡും ആണ് ഈക്വൽ സൈഡ്സ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താ, അതിനെ രണ്ടിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ആയിട്ടുള്ള ഈ 2 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതല്ലാതെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമ്മൾ ആ 2 ഈക്വൽ സൈഡ്സിലെ അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന വെർട്ടെക്സ് ഉണ്ടോ, അത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന മൂല, ആ വെർട്ടെക്സ് നമ്മൾ സർക്കിളിന്റെ താഴോട്ടേക്ക് ഹൈറ്റ് വരച്ചാൽ, ട്രയാങ്കിളിന്റെ താഴോട്ടേക്ക് ഹൈറ്റ് വരച്ചാൽ, ഹൈറ്റ് വരച്ചാലുണ്ടല്ലോ, എച്ച് വരച്ചാൽ, അതായത് 90 ഡിഗ്രിയിൽ ഒരു ലൈൻ വരച്ചാലുണ്ടല്ലോ, അത് ആ ബേസിനെ ബൈസെക്ട് ചെയ്യും. അതായത് ഈ പീസിന്റെ ലെങ്ത്തും സെയിം ആയിരിക്കും. ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് വരും. പഠിച്ചു വെച്ചൂടാം. ഐസോസെൽ ട്രയാങ്കിളിലും ഇക്വിലേറ്റർ ട്രയാങ്കിളിൽ ഏത് വെർട്ടെക്സിന് വേണമെങ്കിൽ ഇങ്ങനെ വരച്ചാലും ബേസിനെ ബൈസെക്ട് ചെയ്യും. ഏത് വെർട്ടെക്സിന് ഹൈറ്റ് വരച്ചാലും അത് മറ്റേ ഓപ്പോസിറ്റ് സൈഡിനെ ബൈസെക്ട് ചെയ്യും. പക്ഷേ ഐസോസെലസ് ട്രയാങ്കിളിൽ ഒരൊറ്റ വെർട്ടെക്സിനാണ്, ഏതാ, ഈക്വൽ സൈഡ്സ് കൂടിച്ചേരുന്ന വെർട്ടെക്സിന് വരയ്ക്കുന്ന ഹൈറ്റ് അതിന്റെ ആ വെർട്ടെക്സിന്റെ ഓപ്പോസിറ്റ് സൈഡിനെ ബൈസെക്ട് ചെയ്യും. അതായത് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അത് പഠിച്ചു. നെക്സ്റ്റ് ട്രയാങ്കിൾ ഈസ് സ്കലിയൻ ട്രയാങ്കിൾ. ഒരു ഈക്വൽ സൈഡും ഇല്ല, ഒരു ഈക്വൽ ആംഗിളും ഇല്ല. 3 സൈഡും ഡിഫറെന്റ് ആണ്, 3 ആംഗിൾസും ഡിഫറെന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് റൈറ്റ് ആംഗിൾ. ഇനി ആംഗിളിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നിങ്ങൾക്കറിയാം എന്താ, ഒരു ആംഗിൾ 90 ഡിഗ്രി ഉള്ള ട്രയാങ്കിൾ ആണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ആൻഡ് അവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. ഓർമ്മ വേണം, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, പൈതഗോറസ് തിയറം. ബേസിന്റെ സ്ക്വയർ പ്ലസ് ഹൈറ്റിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടിനസിന്റെ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി ഹൈറ്റ്, ബേസ്, ഹൈപ്പോട്ടിനസ്, ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണം തന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ കാണാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ജസ്റ്റ് പൈതഗോറസ് തിയറം സെർച്ച് ചെയ്യുക, പഠിച്ചോളാം. പൈതഗോറസ് തിയറം യൂട്യൂബിൽ എൻ്റെ തന്നെ വീഡിയോ ഉണ്ട്. പൈതഗോറസ് തിയറം സൈലം സെർച്ച് ചെയ്താൽ എൻ്റെ തന്നെ വീഡിയോ ആണ്, പഠിച്ചോളാം. എക്സ്ട്രാ പ്രോബ്ലംസ് ഒക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് പഠിച്ചോളാം. 2 സൈഡ് തന്നാൽ, ബേസോ ഹൈറ്റോ ഹൈപ്പോട്ടിനസോ, ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണം തന്നാൽ മൂന്നാമത്തെ കാണാൻ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പറഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ. എന്ന് പറഞ്ഞാൽ 3 ആംഗിളും 90 കുറവായിരിക്കണം. 3 ആംഗിളും ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കണം. 3 ആംഗിളും 90 ഡിഗ്രിയേക്കാളും കുറവായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിളാണ്. ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഒറ്റ ആംഗിൾ 90 കൂടുതലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി. ഒരു ട്രയാങ്കിളിലെ 3 ആംഗിൾസിന്റെ സമ്മ് 180 ആണ്. ഒരു ട്രയാങ്കിൾസിലെ 3 ആംഗിൾസും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. ഇതാണ് ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി. കഴിഞ്ഞു. നെക്സ്റ്റ് വൺ, കോൺഗ്രുവന്റ് ഫിഗേഴ്സ്. എന്താണ് കോൺഗ്രുവന്റ് ഫിഗേഴ്സ്? കോൺഗ്രുവന്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഷേപ്പും സൈസും സെയിം ആയിട്ടുള്ള ഫിഗേഴ്സ്. ഷേപ്പും സൈസും സെയിം ആയിട്ടുള്ള ഫിഗേഴ്സിനെയാണ് നമ്മൾ കോൺഗ്രുവന്റ് ഫിഗേഴ്സ് എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ ഇതെന്താ ഷേപ്പ്? വാട്ട് ഇസ് ദി ഷേപ്പ്? എന്താ ഷേപ്പ്? റെക്റ്റാങ്കിൾ. ഇതെന്താ? റെക്റ്റാങ്കിൾ. ഇതെന്താ? റെക്റ്റാങ്കിൾ. ഇതെന്താ? റെക്റ്റാങ്കിൾ. 4 റെക്റ്റാങ്കിൾസാ. അപ്പൊ എന്താ, 4ന്റെയും ഷേപ്പ് സെയിമാ, റെക്ടാങ്കുലർ ഷേപ്പാണ്. ഇത് കോൺഗ്രുവന്റ് ആണോ? ഇത് 4ഉം കോൺഗ്രുവന്റ് ആണോ എന്ന് അറിയാൻ ഷേപ്പ് സെയിമാ, അപ്പൊ കോൺഗ്രുവന്റ് അല്ലേ? അല്ല. കാരണം എന്താ, ഷേപ്പ് മാത്രം സെയിം ആയോ നോക്കിയാൽ പോരാ, സൈസ് സെയിം ആണോ നോക്കണം. അപ്പൊ ഇതിന്റെ സൈസ് സെയിം ആണെങ്കിൽ കോൺഗ്രുവന്റ് ആണ്. ഷേപ്പ് ഓൾറെഡി സെയിം ആണ്, കാരണം എല്ലാം റെക്ടാങ്കിൾസ് ആണ്. ഇനി സൈസ് സെയിം ആണോ എന്ന് അങ്ങനെ നോക്കുക. ഒന്നിന്റെ മേലെ ഒന്ന് വെച്ച് നോക്കുക. അല്ലെങ്കിൽ എല്ലാത്തിന്റെ വീതി നീളവും ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൽ ആയാൽ മതി. അല്ലെങ്കിൽ ഒന്നിന്റെ മേലെ ഒന്ന് കറക്റ്റ് വെച്ച് നോക്കുക. കറക്റ്റ് നിൽക്കുന്ന നോക്ക്. യെസ്, 4 എണ്ണം ഒന്നിന്റെ മേല, 4 എണ്ണം ഉണ്ടേ, 4 ഉണ്ട്. ഒന്നിന്റെ മേലെ ഒന്നായിട്ട് കറക്റ്റ് നിൽക്കുന്നുണ്ട്. അതായത് എല്ലാത്തിന്റെ ഷേപ്പ് സൈസ് കറക്റ്റ് ആണ്, സെയിം സൈസ് ആണ് എല്ലാത്തിനും, അല്ലേ? സോ ഇതൊക്കെ എന്താ, കോൺഗ്രുവന്റ് ഫിഗേഴ്സ് ആണ്. സോ കോൺഗ്രുവന്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല മക്കളെ, സെയിം ഷേപ്പും സെയിം സൈസും ഉള്ള ഫിഗേഴ്സിനെയാണ് നമ്മൾ കോൺഗ്രുവന്റ് ഫിഗേഴ്സ് എന്ന് വിളിക്കാം. രണ്ടും ഉണ്ടാവണം. അതല്ലാത്ത കേസ് നമുക്ക് 10th CBSE പഠിക്കാണ്ട്, അത് നമ്മൾ അപ്പോൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഇതിന്റെ ആവശ്യവും 10th CBSE ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ്, കോൺഗ്രുവൻസ് ഓഫ് ട്രയാങ്കിൾസ്.
രണ്ട് ട്രയാങ്കിൾസിന്റെ, നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ട്രയാങ്കിൾസിന്റെ കോൺഗ്രുവൻസി ആണ്. ഇത്രയേ പറയുന്നുള്ളൂ. ടു ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവന്റ് ഇഫ് സൈഡ്സ് ആൻഡ് ആംഗിൾസ് ഓഫ് വൺ ട്രയാങ്കിൾ, സൈഡ്സും ആംഗിൾസും മറ്റേ ട്രയാങ്കിളിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിനും ആംഗിൾസിനും ഈക്വൽ ആണ്. ഒരു ട്രയാങ്കിളിന്റെ കറസ്പോണ്ടിങ് സൈഡ്സും ആംഗിൾസും മറ്റേ ട്രയാങ്കിളിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിനും ആംഗിൾസിനും ഈക്വൽ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവന്റ് ആണെന്ന് നമുക്ക് പറയാം. ആൻഡ് കോൺഗ്രുവൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ ഇതാണ്. ഈക്വൽ ടു ഇടുക, എന്നിട്ട് മേലെ ഇങ്ങനെ ഒരു സാധനം, ഈക്വൽ ടു ഇട്ടിട്ട് മേലെ ഇങ്ങനെ ഒരു സാധനം, ഇങ്ങനെ ഈക്വൽ ടു ഇട്ടിട്ട് മേലെ ഇങ്ങനെ ഒരു സാധനം, അങ്ങനെ ഒരു സാധനം. ഓക്കെ, നെക്സ്റ്റ് CPCT. CPCT എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇത്രമാത്രം ആലോചിക്കാം. രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണെങ്കിൽ കോൺഗ്രുവന്റ് ട്രയാങ്കിൾസിൽ മാത്രമേ നമ്മൾ CPCT അപ്ലൈ ചെയ്യൂ. ഫസ്റ്റ് റൂൾ, കോൺഗ്രുവന്റ് ട്രയാങ്കിൾസിന്റെ കേസിൽ മാത്രമേ CPCT വരുള്ളൂ. രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണെങ്കിൽ അതിൽ ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. നേരെ തിരിച്ച് ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാനൊരു രണ്ട് ട്രയാങ്കിൾസ് വരയ്ക്കാം. ഓക്കെ, ഈ ട്രയാങ്കിളിൽ ഇത് ABC, ഇത് PQR. ഓക്കെ, ഈ ആംഗിളും ഈക്വൽ ആണെന്ന് വിചാരിക്കാം. ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണെന്ന് വിചാരിക്കാം. രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഈക്വൽ ആംഗിൾസ് ഏതൊക്കെയാ? ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ ആംഗിളും ഈക്വൽ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവന്റ് ആണെങ്കിൽ ഈ സൈഡിലെ ഈ ആംഗിളില്ലേ അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതാ? ഈ സൈഡ് ഏതാ? BC എന്ന സൈഡും, പിന്നെ ഈ ആംഗിളിന് ഈക്വൽ ആയിട്ട് മറ്റേ ട്രയാങ്കിൾ വരുന്ന ആംഗിൾ ഏതാ? ഈ ആംഗിൾ, അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതാ? ഈ സൈഡ് PQ. അതായത് ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഇനി വേറൊരു സാധനം പറയാം. ഇപ്പം ഈ സൈഡും ഈക്വൽ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് സൈഡ്സിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഏതൊക്കെയാ? ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഇതാണ്, ആംഗിൾ C, ഈക്വൽ ടു ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഇതാണ്, ആംഗിൾ Q. അതുമായിരിക്കും. അതായത് ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ രണ്ട് കോൺഗ്രുവന്റ് ട്രയാങ്കിൾസിൽ ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. നേരെ തിരിച്ച് ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഇതാണ് എന്ത്? CPCT എന്ന് പറയുന്നത്. കറസ്പോണ്ടിങ് ആംഗിൾസും കറസ്പോണ്ടിങ് സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി CPCT രണ്ട് ട്രയാങ്കിൾസിന്റെ പേര് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണ് എഴുതിയത് വിചാരിക്കുക. കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ്, ട്രയാങ്കിൾ ABC കോൺഗ്രുവന്റിന്റെ സിമ്പിൾ ഇങ്ങനെയാണ്. ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ PQRും കോൺഗ്രുവന്റ് ആണെന്ന് നമ്മൾ ഇങ്ങനെയാട്ടോ എഴുതുക. ഓക്കെ, ഇഫ് ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ PQRും കോൺഗ്രുവന്റ് ആണെങ്കിൽ, ആണെങ്കിൽ നോക്കിക്കോ, ആദ്യത്തെ രണ്ട് ലെറ്റർ സൈഡ് AB എന്ന സൈഡ്, ഇപ്പോൾ അപ്പുറത്തും ആദ്യത്തെ രണ്ട് ലെറ്റർ എടുക്കുക, PQ. AB ഈക്വൽ ടു PQ ആയിരിക്കും. ഇനി രണ്ടാമത്തെ മൂന്നാമത്തെ ലെറ്റർ എടുക്കുക, BC. അപ്പുറത്ത് രണ്ടാമത്തെ മൂന്നാമത്തെ ലെറ്റർ എടുക്കുക, BC എന്ന സൈഡും QR എന്ന സൈഡും ഈക്വൽ ആയിരിക്കും. ഇനി ആദ്യത്തെ മൂന്നാമത്തെ എടുക്ക്, AC. ഇവിടെ ആദ്യത്തെ മൂന്നാമത്തെ PR. AC എന്ന സൈഡും PR എന്ന സൈഡും ഈക്വൽ ആയിരിക്കും. ഇനി ആംഗിൾ നോക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ലെറ്റേഴ്സ് നോക്കിയാൽ മതി. ആംഗിൾ Aയും ആംഗിൾ Pയും ഈക്വൽ ആണ്. രണ്ടാമത്തത് ആംഗിൾ Bയും ആംഗിൾ Qവും ഈക്വൽ ആണ്. മൂന്നാമത്തത് ആംഗിൾ Cയും ആംഗിൾ Rഉം ഈക്വൽ ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ലെറ്റേഴ്സ് വരുന്ന ആംഗിൾസും കറസ്പോണ്ടിങ് ലെറ്റേഴ്സ് വരുന്ന സൈഡ്സും ഈക്വൽ ആയിരിക്കും. അതായത് ആദ്യത്തെ രണ്ട് ലെറ്റർ വരുന്ന സൈഡ്, അങ്ങനെ സൈഡ്സും ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ എന്തിലാണ് വരുന്നത്? ഇതൊക്കെയാണ് CPCT. ഇപ്പൊ ഞാൻ പറഞ്ഞ കൺസെപ്റ്റ്സിലെ ഇതാണ് CPCT. ഇതിൽ എങ്ങനെ വേണേൽ നിങ്ങൾക്ക് CPCT കൊടുക്കാം. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഇതിനൊക്കെ മൊത്തത്തിലാണ് നമ്മൾ CPCT എന്ന് പറയാം, കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ്. രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിലെ കറസ്പോണ്ടിങ് പാർട്സ് ഈക്വൽ ആയിരിക്കും. നിങ്ങൾ അങ്ങനെ എഴുതുക കഴിഞ്ഞു. എന്നിട്ട് ബ്രാക്കറ്റിൽ റീസൺ ആയിട്ട് CPCT കൊടുക്കുക. ഇത്രയേ ഉള്ളൂ CPCT. കൂടുതൽ ആലോചിച്ച് തലമുണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലായിക്കോളും. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ഇനി നമ്മൾ ട്രയാങ്കിൾസിന്റെ കോൺഗ്രുവൻസിനെ പറ്റിയൊക്കെ പറഞ്ഞു. എന്താണ് രണ്ട് ട്രയാങ്കിൾ എപ്പോഴാണ് കോൺഗ്രുവന്റ് ആവുക? സൈഡ്സും ആംഗിൾസും ഈക്വൽ ആകുമ്പോൾ. പക്ഷേ അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ട്രയാങ്കിളിന്റെ കോൺഗ്രുവൻസിക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഫസ്റ്റ് ക്രൈറ്റീരിയ SAS കോൺഗ്രുവൻസ് റൂൾ. നിങ്ങൾ രണ്ട് ട്രയാങ്കിൾ ഇവിടെ കണ്ടോ? രണ്ട് ട്രയാങ്കിളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, SAS നമുക്ക് പഠിക്കാനുള്ള എല്ലാ റൂൾസിനും ലെറ്റേഴ്സ് ഉണ്ട്. ലെറ്റേഴ്സ് വെച്ചിട്ടാണ് റൂൾസ് ഉള്ളത്. SAS, AAS, SSS. ഇതിൽ S4 സൈഡാണ്, A4 ആംഗിൾ ആണ്. S4 സൈഡ്, A4 ആംഗിൾ. നിങ്ങൾ ഇവിടെ നോക്കുക, ഇവിടെ രണ്ട് സൈഡ്, അതിന്റെ നടുക്കാണ് A ഉള്ളത്. രണ്ട് സൈഡിന് നടുക്കാണ് ആംഗിൾ. അപ്പോൾ ആ റൂള് അങ്ങനെ തന്നെയാണ് വരേണ്ടത്. അതായത് ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡും മറ്റേ ട്രയാങ്കിളിന്റെ ഈ സൈഡും ഈക്വൽ ആണ്. അതിന് ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡും ഈക്വൽ ആണ്, മറ്റേ ട്രയാങ്കിളിന്റെ ആ സൈഡും ഈക്വൽ ആണ്. അതായത് രണ്ട് ട്രയാങ്കിളിന്റെ
ഈ രണ്ട് സൈഡ്സ്, ഈ ട്രയാങ്കിൾ ഈ രണ്ട് സൈഡ്സ് മറ്റേ ട്രയാങ്കിളിന്റെ ഈ രണ്ട് സൈഡ്സിന് ഈക്വൽ ആണ്. ഓക്കെ. ആൻഡ് ആ രണ്ട് സൈഡ്സിന്റെ നടുക്ക് വരുന്ന ആംഗിൾ, രണ്ട് സൈഡ് നടുക്ക് വരുന്ന ആംഗിൾ, ആ രണ്ട് സൈഡ്സിന്റെ നടുക്ക് വരുന്ന ആംഗിൾ മറ്റേ ട്രയാങ്കിളിന്റെ അതേ രണ്ട് സൈഡ്സിന്റെ നടുക്ക് വരുന്ന ആംഗിളിന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ട്രയാങ്കിൾ എ ബി സി കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ. ഇതിന്റെ പേര് എങ്ങനെ കൊടുക്കുക? പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ എ ബി സിയിലേക്കാണ് പോയത്. അതായത് ഈക്വൽ ആയിട്ട് വരുന്ന ഈ സൈഡ്, അതായത് എ ബി എഴുതി, എയിൽ നിന്ന് ബിയിലേക്ക്, അതായത് ആദ്യം ഈ സൈഡ്, പിന്നെ സിയിലേക്ക്, അതായത് പിന്നെ ഈ സൈഡ് അല്ലേ. അപ്പോൾ ആദ്യം ഈ സൈഡ് അല്ലേ, അപ്പോൾ ആദ്യം ഈ സൈഡ്, പിന്നെ ഈ സൈഡിലേക്ക് പറയുമ്പോൾ പി ക്യു ആർ. ഓക്കെ അല്ലേ? സെറ്റ്. ഓക്കെ. അപ്പോൾ അതാണ് SAS റൂൾ. കഴിഞ്ഞു. SAS റൂൾ നമ്മൾ പഠിച്ചു. അതായത് ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് മറ്റേ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സിന് ഈക്വൽ ആണ്. ആൻഡ് ആ രണ്ട് സൈഡ്സിന്റെ ഉള്ളിലുള്ള ആംഗിൾ ഇൻ ബിറ്റ്വീൻ, അല്ലെങ്കിൽ ആ രണ്ട് സൈഡ്സ് കൂടി ചേർന്നിട്ടുണ്ടാവുന്ന ആംഗിളും മറ്റേ ട്രയാങ്കിളിന്റെ അതേ രണ്ട് സൈഡ്സ് കൂടി ചേർന്നിട്ടുണ്ടാവുന്ന ആംഗിളിന് ഈക്വൽ ആണെങ്കിൽ SAS റൂൾ പ്രകാരം രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ SAS കോൺഗ്രുവൻസ് റൂൾ. നെക്സ്റ്റ് വൺ ഈസ് ASA കോൺഗ്രുവൻസ് റൂൾ. ASA കോൺഗ്രുവൻസ് റൂൾ മക്കൾ നോക്ക്. ASA കോൺഗ്രുവൻസ് റൂൾ ഇവിടെ എന്താ വരുന്നത്? രണ്ട് അതിന്റെ നടുക്ക് എസ് ആ. സെയിം സംഭവം തന്നെ. രണ്ട് ആംഗിൾസ്, ഈ ട്രയാങ്കിളിന്റെ ഈ ആംഗിളും ഈ ട്രയാങ്കിളിന്റെ ഈ ആംഗിളും മറ്റേ ട്രയാങ്കിളിന്റെ ഈ ആംഗിളും ഈക്വൽ ആണ്. ഇനി ഈ ട്രയാങ്കിളിന്റെ ഈ ആംഗിളും മറ്റേ ട്രയാങ്കിളിന്റെ ഈ ആംഗിളും ഈക്വൽ ആണ്. അതായത് രണ്ട് പെയർ ഓഫ് ആംഗിൾസ് ഈക്വൽ ആണ്. ആൻഡ് എന്റെ നടുക്കൽ എസ്, രണ്ടാൻ്റെ നടുക്കൽ എസ്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ആംഗിളിന്റെ നടുക്കുള്ള സൈഡ് ഈ സൈഡും മറ്റേ ട്രയാങ്കിളും അങ്ങനെ തന്നെ, ആ രണ്ട് ആംഗിളിന്റെ നടുക്കുള്ള സൈഡ് ഈ സൈഡും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിളും എന്തായിരിക്കും? കോൺഗ്രുവന്റ് ആയിരിക്കും. എന്ത് റൂള്? ASA കോൺഗ്രുവൻസ് റൂൾ. അപ്പോൾ എങ്ങനെ നമ്മൾ പറയാ? ഈ ട്രയാങ്കിളിന്റെ പേര് ABC എന്ന് എടുത്തു. ഓക്കെ. അപ്പോൾ ആദ്യം മൂന്നാമത്തെ ആംഗിളാണ് പറഞ്ഞത്, ഈ ആംഗിളാണ് പറഞ്ഞത്. അപ്പോൾ അപ്പുറത്ത് മൂന്നാമത്തെ കറസ്പോണ്ടിങ് ആംഗിൾ ഇതാണ്. അപ്പോൾ പി, പിന്നെ ഈ സിംഗിൾ ആംഗിൾ, അപ്പോൾ ഇവിടെ സിംഗിൾ ആംഗിൾ PQR. ABC കോൺഗ്രുവന്റ് ടു PQR ആയിരിക്കും. ഓക്കെ അല്ലേ? രണ്ട് ആംഗിളും നടുക്കുള്ള സൈഡും, ഒരു ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിളും നടുക്കുള്ള സൈഡും മറ്റേ ട്രയാങ്കിളിന്റെ കറസ്പോണ്ടിങ് രണ്ട് ആംഗിളും നടുക്കുള്ള സൈഡിനും ഈക്വൽ ആണ് എങ്കിൽ രണ്ട് ട്രയാങ്കിളും ASA റൂൾ പ്രകാരം കോൺഗ്രുവന്റ് ആയിരിക്കും. സിമ്പിൾ. നെക്സ്റ്റ് വൺ AAS കോൺഗ്രുവൻസ് റൂൾ. നല്ലോണം ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തൊരു പോയിന്റാണ് ഞാൻ പറയാൻ പോകുന്നത്. AAS കോൺഗ്രുവൻസ് റൂളിൽ എസ് നടുക്ക്, രണ്ട് എന്റെ നടുക്കാണോ എസ് വരുന്നത്? രണ്ട് എന്റെ നടുക്കാണോ എസ് വരുന്നത്? പല കുട്ടികൾക്കും ചോദിക്കും, സാർ ഇത് AS അപ്ലൈ ചെയ്തൂടെ, ASI അപ്ലൈ ചെയ്തൂടെ എന്ന്. അത് NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഡെഫിനിഷൻ്റെ ഒരു പ്രശ്നമാണ്. NCERT ടെക്സ്റ്റ് ബുക്കിലുള്ളത് രണ്ട് ആംഗിളും ഒരു സൈഡിൽ നിന്ന് മാത്രമാണ് AS റൂളിന്. പക്ഷേ AS റൂളിന്റെ എക്സാക്ട് ഡെഫിനിഷൻ അതല്ല. ശ്രദ്ധിച്ചോളാം. ടു ആംഗിൾസ്, ഒരു ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾസ്, ഈ ആംഗിളും മറ്റേ ട്രയാങ്കിളിന്റെ ഈ ആംഗിൾ ഈക്വൽ ആണ്. അപ്പോൾ ഒരു ആംഗിളായി. ഇനി ഈ ആംഗിളും ഈ ആംഗിൾ ഈക്വൽ ആണ്, രണ്ട് ആംഗിൾസ് ഈക്വൽ ആയി. അതായത് ഒരു ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾസ് മറ്റേ ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾസിന് ഈക്വൽ ആണ്. ആൻഡ് രണ്ട് ആംഗിൾസ് കഴിഞ്ഞു. ഇനി എന്താ? ഒരു സൈഡാ. ആ സൈഡ് നടുക്കല്ലല്ലോ. ASൽ നടുക്കാണോ എസ് ഉള്ളത്? അല്ല. അന്നപ്പോൾ എന്താ? നടുക്ക് വരാത്ത സൈഡ്, അതായത് നടുക്ക് വരുന്ന സൈഡിന് ഒരു പേരുണ്ട്, ഇൻക്ലൂഡഡ് സൈഡ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ASയിൽ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസിന് നടുക്ക് വരുന്ന സൈഡാണിത്, അത് ഇൻക്ലൂഡഡ് സൈഡാ. അപ്പോൾ അപ്പുറത്ത് എന്താ വരേണ്ടത്? നടുക്ക് വരാത്ത സൈഡ്, നോൺ ഇൻക്ലൂഡഡ് സൈഡ്. രണ്ട് ആംഗിൾ, ടു ആംഗിൾ ആൻഡ് വൺ പെയർ ഓഫ് നോൺ ഇൻക്ലൂഡഡ് സൈഡ്സ് ആർ ഈക്വൽ. നോൺ ഇൻക്ലൂഡഡ് സൈഡ് ആയിരിക്കണം. അതായത് രണ്ട് ആംഗിളിന്റെ നടുക്കുള്ള സൈഡ് ആവരുത്, അല്ലാത്ത സൈഡ്. അല്ലെങ്കിൽ ഇതോ ആവാം, കുഴപ്പമില്ല. ആ രണ്ട് ആംഗിളിന്റെ നടുക്കുള്ള സൈഡായിട്ടുള്ള ഇതാവരുത്, അത് വരരുത്. അതല്ലാത്ത സൈഡ്, നോൺ ഇൻക്ലൂഡഡ് സൈഡ്. രണ്ട് ആംഗിളും നോൺ ഇൻക്ലൂഡ് സൈഡും മറ്റേ ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിളിനും നോൺ ഇൻക്ലൂഡ് സൈഡിനും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് എന്ന് പറയാം. ഇതാണ് AS റൂൾ. ഓക്കെ അല്ലേ? അങ്ങനെ ഈക്വൽ ആണെങ്കിൽ നമുക്ക് രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് എന്ന് പറയാം. ASAയും ASും തമ്മിലുള്ള വ്യത്യാസം എന്താ? ASയിൽ സൈഡ് രണ്ട് ആംഗിളിന്റെ നടുക്കാണ് വരേണ്ടത്, ഇൻക്ലൂഡഡ് സൈഡാ. പക്ഷെ ASൽ നോൺ ഇൻക്ലൂഡഡ് സൈഡ് ആയിരിക്കണം. പഠിച്ചോളാം. ഓക്കെ അല്ലേ? ദാറ്റ്സ് ഇറ്റ് മക്കളെ. നെക്സ്റ്റ് വൺ SSS കോൺഗ്രുവൻസ് റൂൾ. സംഭവം സിമ്പിൾ ആണ്. പേര് പോലെ തന്നെ S മൂന്ന് സൈഡ്സ് മറ്റേ ട്രയാങ്കിളിന്റെ മൂന്ന് സൈഡ്സിന് ഈക്വൽ ആണ്. അല്ല സാർ, മൂന്ന് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ഇക്വലേറ്റർ ട്രയാങ്കിൾ അല്ലേ? അങ്ങനെയല്ലടാ. പല കുട്ടികളും വരുത്തി വെക്കുന്ന മിസ്റ്റേക്ക് ആണ്. SSS മൂന്ന് സൈഡ് ഇക്വലേറ്റർ ട്രയാങ്കിൾ. അത് നിങ്ങൾ ഒറ്റ ട്രയാങ്കിളിന്റെ കേസിലാണ് മക്കൾ പറഞ്ഞത്. ഇത് അങ്ങനെയല്ല. ഇത് ഫോർ എക്സാമ്പിൾ സാർ പറഞ്ഞ ഈ സൈഡ്, ഈ ട്രയാങ്കിൾ ഈ സൈഡ് 5 ആണെന്ന് വിചാരിക്കുക, മറ്റേ ട്രയാങ്കിളിന്റെ ഇതേ സൈഡ് 5. ഇത് ഒരു 6 ആണെന്ന് വിചാരിക്കുക, ഇത് 6. ഇതൊരു 7 ആണെന്ന് വിചാരിക്കുക, ഇത് 7. ഇത് ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണോടാ? ആണോ? അല്ല അല്ലേ? അപ്പൊ ഇതെന്താ? 5, 6, 7 ഡിഫറെന്റ് സൈഡ്സ് ആണ് അല്ലെ? സ്കലീൻ ട്രയാങ്കിൾ ആണ് അല്ലെ? അപ്പോൾ എന്താണ് ഇതിൽ ഒരു സൈഡ്, ഇതിലൊരു സൈഡ് ഈക്വൽ ആണ്. ഒരു സൈഡ് ഈക്വലായി. ഇനി അടുത്ത സൈഡ് രണ്ട് സൈഡ് ഈക്വലായി.
അടുത്ത സൈഡ് 3 സൈഡ് ഈക്വലായി 3s ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 3 സൈഡ് ഈക്വൽ എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിലെ കറസ്പോണ്ടിങ് 3 സൈഡ്സ് മറ്റേ ട്രയാങ്കിളിലെ കറസ്പോണ്ടിങ് 3 സൈഡ്സ് ഈക്വൽ. അല്ലാതെ ഒരു ട്രയാങ്കിളിലെ 3 സൈഡ്സ് 3 ഈക്വൽ എന്നല്ല, അത് ഈക്വലേറ്റർ ട്രയാങ്കിൾ ആയി പോകും. കൺഫ്യൂസ്ഡ് ആവരുത്. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ അല്ലേ? SSS റൂൾ. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് 3 സൈഡ്സ് മറ്റേ ട്രയാങ്കിളിലെ കറസ്പോണ്ടിങ് 3 സൈഡ്സിന് ഈക്വൽ ആണെങ്കിൽ SSS റൂൾ പ്രകാരം നമുക്ക് എന്ത് പറയാം? 3 ട്രയാങ്കിളും കോൺഗ്രന്റ് ഉണ്ടെന്ന് പറയാം. 2 ട്രയാങ്കിളും കോൺഗ്രന്റ് ഉണ്ടെന്ന് പറയാം. ഇനി നമ്മുടെ ലാസ്റ്റ് റൂളിലേക്ക് നടക്കാണ് RHS റൂൾ. RHS റൂളിൽ ലെറ്റർ നിങ്ങൾ നോക്കിക്കോ. RHS. R means right angled. H means right angled triangle hypotenuse. hypotenuse. S means side. ഇതിൽ തന്നെ നിങ്ങൾക്ക് റൂൾ മനസ്സിലാവണം. RHS റൂൾ അപ്ലൈ ചെയ്യുക എന്തിലാ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിൽ മാത്രമാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നോക്കേണ്ടത് ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ് നോക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾ ഈ രണ്ട് ട്രയാങ്കിൾ ഉണ്ടോ? 2 ട്രയാങ്കിൾ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ്. 2 ട്രയാങ്കിളും ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പോൾ RHS റൂളിൽ R ഓക്കെ ആയി. അവിടെ R ഓക്കെ ആയി. ആറും എച്ചും എസും ഓക്കെ ആണ് ആയെങ്കിൽ നമുക്ക് എന്ത് പറയാം? RHS റൂൾ പ്രകാരം 2 ട്രയാങ്കിളും കോൺഗ്രന്റ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി H എന്ന് പറഞ്ഞാൽ എന്താ? ഹൈപ്പോട്ടിനസാ. അപ്പോൾ 2 ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടിനസ് ഈക്വൽ ആയിരിക്കണം. ഇവിടെ നോക്ക്, ഈ സൈഡും ഈക്വൽ ആണ്. ഹൈപ്പോട്ടിനസ് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ H ഓക്കെ ആയി. എങ്ങനെ നമ്മൾ ഹൈപ്പോട്ടിനസ് നോക്കുക ഒരു ട്രയാങ്കിളിന്റെ ചരിഞ്ഞിട്ടുള്ള സൈഡിലെ? പക്ഷെ അങ്ങനെയല്ല, മക്കൾ എപ്പോഴും എങ്ങനെ നോക്കുക അറിയാം? ഹൈപ്പോട്ടിനസ് 90 ഡിഗ്രി ആംഗിളിലെ അതിന്റെ ഓപ്പോസിറ്റുള്ള സൈഡായിട്ട് ഹൈപ്പോട്ടിനസിനെ കൺസിഡർ ചെയ്യുക. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഹൈപ്പോട്ടിനസ് നോക്കാൻ പറഞ്ഞാൽ മക്കൾ എപ്പോഴും ഇങ്ങനെ നോക്കാൻ പാടുള്ളൂ. 90 ഡിഗ്രിന്റെ ഓപ്പോസിറ്റ് സൈഡ് അങ്ങനെ നോക്കാൻ പാടില്ല. അതായത് ചരിഞ്ഞിട്ടുള്ളത് കുത്തനുള്ളത് അങ്ങനെ നോക്കണ്ട. 90ന്റെ ഓപ്പോസിറ്റ് സൈഡ് അതാണ് ഹൈപ്പോട്ടിനസ്. ഓക്കെ. സോ 2 ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കണം. അപ്പോൾ RHS റൂളിലെ R ഓക്കെ ആയി. ഇനി 2 ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടിനസ് ഈക്വൽ ആയിരിക്കണം. H ഓക്കെ ആയി. പിന്നെ എന്താ ഒരു സൈഡ്? സർ, ഹൈപ്പോട്ടിനസ് ഈക്വൽ ആണ്, അപ്പോൾ പിന്നെ സൈഡും ഈക്വൽ ആയിക്കല്ലോ. അങ്ങനെയല്ല, ഹൈപ്പോട്ടിനസ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ഹൈപ്പോട്ടിനസ് അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു സൈഡ്, ബേസോ ഹൈറ്റോ, ബാക്കി 2 സൈഡ് ബാക്കിയുണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒരു സൈഡും കൂടെ ഈക്വൽ ആവാം. നോക്ക്, ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഈ സൈഡും ഈക്വൽ ആണ്. അപ്പോൾ എസും ഓക്കെ ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? RHS റൂൾ പ്രകാരം അക്കോർഡിംഗ് ടു RHS റൂൾ ഈ 2 ട്രയാങ്കിളും കോൺഗ്രന്റ് ആണെന്ന് പറയാൻ പറ്റും. സോ എന്താ RHS റൂൾ? 2 ട്രയാങ്കിളും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ, അഥവാ 2 ട്രയാങ്കിളിൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ഉണ്ടെങ്കിൽ, ആൻഡ് 2 ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടിനസ് സെയിം ആണെങ്കിൽ, ആൻഡ് ഹൈപ്പോട്ടിനസ് അല്ലാത്ത ഒരു സൈഡും കൂടെ സെയിം ആണെങ്കിൽ, RHS റൂൾ പ്രകാരം 2 ട്രയാങ്കിളും കോൺഗ്രന്റ് ആണ്. ഇതാണ് RHS റൂൾ. ഇത്രയേ ഉള്ളൂ RHS റൂൾ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സോ ഇത്രയേ ഉള്ളൂ. ഈ ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് കോൺസെപ്റ്റ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കോൺസെപ്റ്റ്സും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ പ്രോബ്ലംസ് മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി. സോ മക്കളെ കൃത്യമായിട്ട് പഠിച്ചോളാം. ആൻഡ് അസ്ട്ര ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ എൻഗെയിം ബാച്ചിലേക്ക് അസ്ട്ര ബാച്ചിലേക്ക് അടുത്ത കൊല്ലത്തെ 10th CBSE ബാച്ചിലേക്ക് ഇനിയും ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ സ്ക്രോൾ പോകുന്നുണ്ടാവും. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ. ബൈ.